പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കർത്താവ് നൽകുന്ന സംരക്ഷണത്തെ ചിത്രീകരിക്കുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് കോട്ടയുടേത്. ഇന്ന് നമ്മൾ കർത്താവ് എൻ്റെ കോട്ടയാകുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 18-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും. എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം, രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. കർത്താവ് എൻ്റെ അഭയകേന്ദ്രമാണ്. കർത്താവ് എൻ്റെ കോട്ടയാണ്. അപകടങ്ങൾ നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ ജീവിക്കുക, നമ്മൾ നടക്കുക. എന്നും എത്രയോ അപകടങ്ങൾ. വീട്ടിൽ നിന്നിറങ്ങുന്ന വ്യക്തികൾ തിരിച്ചു വരും എന്നൊരു ഉറപ്പുമില്ലാത്തൊരു അവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്നു നമ്മുടെ ഹൈവേകളിൽ. മാരകമായ വാഹന അപകടങ്ങൾ മാത്രമല്ല, മറ്റെത്രയോ അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. മാരകമായ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതേയുള്ളൂ. പ്രത്യേകിച്ചും വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നതിന് ആനുപാതികമായിട്ടെന്നോണം മാരകമായ പുതിയ രോഗങ്ങളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി തന്നെ മനുഷ്യനെതിരെ തിരിയുന്നത് പോലെ തോന്നും. നിരന്തരമായുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ, അഗ്നിബാധകൾ, പ്രളയങ്ങൾ, സുനാമികൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ വലിയ ഒരു ദുരന്തത്തിൻ്റെ, അപകടത്തിൻ്റെ, അനിശ്ചിതാവസ്ഥയുടെ മധ്യത്തിലാക്കുന്നു. പുതിയ വിത്തുകളും പുതിയ വളങ്ങളുമൊക്കെ കണ്ടുപിടിക്കുമ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിച്ചു വരുന്നതേയുള്ളൂ. മനുഷ്യർ തമ്മിൽ അടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും മാരകമായ വിദ്വേഷം മനസ്സിൽ വളർന്നു വരുന്നവർ തോന്നും. എവിടെയാണ് ഒരു സുരക്ഷിതത്വം? എവിടെയാണ് നമുക്ക് സംരക്ഷണം കിട്ടുക? ആരാണ് നമ്മളെ സുരക്ഷിതരായി നയിക്കുക? എവിടെയാണ് നമുക്ക് നിർഭയരായി ജീവിക്കാൻ സാധിക്കുക? ബൈബിള് നമുക്ക് പറഞ്ഞു തരുന്നത് കർത്താവ് തന്നെയാണ്. കർത്താവാണ് എൻ്റെ അഭയസ്ഥാനം, കർത്താവാണ് എൻ്റെ കോട്ട. ഒന്നിനു പുറകെ ഒന്നായി 7 പ്രതീകങ്ങൾ ഈ ഒരു സങ്കീർത്തന വാക്യത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ശക്തിയുടെ ഉറവിടം, രക്ഷാശില, കോട്ട, അഭയം തരുന്ന പാറ, പരിച, രക്ഷാശൃംഗം, അഭയകേന്ദ്രം. ഓരോന്നും ഓരോ പ്രത്യേക പ്രതീകങ്ങളാണ്. ഇതിൽ കോട്ട എന്ന പ്രതീകം ഇന്ന് പ്രത്യേകമായി ശ്രദ്ധ അർഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുണ്ട് ധാരാളം കോട്ടകൾ. യുദ്ധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കോട്ടകളെക്കുറിച്ച് പരാമർശമുണ്ടാകുന്നത്. ടിപ്പുവിൻ്റെ കോട്ട മലബാറിൻ്റെ പല ഭാഗത്തും കേരളത്തിൻ്റെ പലയിടത്തും ഉണ്ടാകും. നാട്ടുരാജാക്കന്മാർ വാണിരുന്ന കാലങ്ങളിൽ കോട്ടകളുണ്ടായിരുന്നു. അത് യൂറോപ്യൻ രാജ്യങ്ങളിലും പലസ്തീനായാലും എല്ലായിടത്തുമുണ്ട് കോട്ടകൾ. പൊതുവേ പട്ടണങ്ങൾ പണിതിരുന്നത് മലമുകളിലാണ്. ആ പട്ടണത്തിന് ചുറ്റും കോട്ടയുണ്ടാകും. 2ഉം 3ഉം ചുറ്റുമതിലുകളുള്ള കോട്ടകളുണ്ട്. ആ കോട്ടയുടെ പുറത്ത് വലിയ കിടങ്ങുകളുണ്ടാവും. ഒരു കിടങ്ങ്, അതിനുശേഷം കോട്ട, കോട്ടയുടെ മതിൽ, വീണ്ടും കിടങ്ങ്, വീണ്ടും മതിൽ, വീണ്ടും കിടങ്ങ്, വീണ്ടും മതിൽ. അങ്ങനെ 3 ചുറ്റ് മതിലുള്ള കോട്ടകളുമുണ്ട്. ഈ കിടങ്ങിന് മുകളിലുള്ള പാലത്തിൽ കൂടിയായിരിക്കും ആളുകൾ അകത്തേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത്. ജനങ്ങൾ സാധാരണ കോട്ടയ്ക്ക് പുറത്താണ് ജോലി ചെയ്യുക. ഈ കോട്ടയുടെ ചുറ്റുമുള്ള ഗോപുരങ്ങളിൽ കാവൽക്കാർ കാവൽ നിൽക്കുന്നുണ്ടാവും. മലമുകളിലായതുകൊണ്ട് അകലെ നിന്ന് ശത്രുക്കൾ വരുന്നത് കാണാൻ സാധിക്കും. മലമുകളിലേക്ക് ശത്രുക്കൾ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ കാവൽക്കാർ കാഹളം മുഴക്കി മുന്നറിയിപ്പ് കൊടുക്കും. കാഹളം കേൾക്കുമ്പോൾ ജോലി ചെയ്യുന്ന നാട്ടുകാരെല്ലാം ഓടി കോട്ടയ്ക്കകത്ത് പ്രവേശിക്കും. അതിനുശേഷം കോട്ടയുടെ കിടങ്ങിന് മുകളിലുള്ള പാലങ്ങൾ വലിക്കും. കോട്ട സുരക്ഷിതമാകും. ഇങ്ങനെ ഒരു ചിത്രമാണ് ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ദൈവമാണ് എൻ്റെ കോട്ട. ഇന്ന് പണിതുന്ന ഏത് കോട്ടയും മറികടക്കാനായിട്ടുള്ള ആയുധങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുതന്നെയുമല്ല, റോക്കറ്റും മിസൈലും യുദ്ധവിമാനങ്ങളുമൊക്കെ ഉള്ള നാട്ടിൽ ഉള്ള കാലത്ത് കോട്ടകൾ അർത്ഥശൂന്യമായി തീരുന്നു. പക്ഷേ ഒരു യുദ്ധവിമാനത്തിനും ഒരു മിസൈലിനും റോക്കറ്റിനും കടന്നാക്രമിക്കാൻ കഴിയാത്ത രീതിയിൽ എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് എൻ്റെ ദൈവമാണ്, എൻ്റെ കോട്ട. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ നിർഭയനായിരിക്കും. ഒരു കാര്യമേ ആവശ്യമുള്ളൂ. കാഹളം മുഴങ്ങുന്നത് കേൾക്കുമ്പോൾ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കണം. കോട്ടയ്ക്ക് പുറത്ത് നിൽക്കുന്നവർ ആക്രമിക്കപ്പെടും. ദൈവം എനിക്ക് നൽകുന്ന താക്കീതുകൾ, മുന്നറിയിപ്പുകൾ ഞാൻ സ്വീകരിക്കണം. ദൈവത്തിൽ അഭയം തേടുക. ദൈവമാകുന്ന കോട്ടയ്ക്കുള്ളിൽ ഞാൻ സുരക്ഷിതനാണ്. ഒരു ശത്രുവിനും എന്നെ അവിടുന്ന് കടന്നാക്രമിക്കാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൽ അഭയം തേടുന്നവൻ, കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ അഭയം തേടുന്നവൻ, കർത്താവിനെ ഇടയനായി കണ്ട് അനുഗമിക്കുന്നവൻ, കർത്താവാകുന്ന കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നവൻ സുരക്ഷിതരായിരിക്കും. നമ്മുടെ ജീവിതം ഭദ്രമായിരിക്കും. അതുകൊണ്ട് നിർഭയരായി കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് കഴിയാം. കർത്താവ് ആണ് എൻ്റെ കോട്ട എന്ന് നമുക്ക് ഏറ്റുപറയാം.